ശ്രീധരിയം ഗ്രൂപ്പിന്റെ CEO ആണ് ബിജു പ്രസാദ് സാർ. നമസ്കാരം. നമസ്കാരം സാർ, ഒറ്റ ചോദ്യം. ആദ്യം, നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും കൺവെൻഷനൽ ആയിട്ടുള്ള നോർമലി നമ്മൾ ചെയ്തു പോരുന്ന മെത്തേഡുകളാണ് നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മെത്തേഡ് തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു റീസൺ? ഞങ്ങൾ ഈ പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു ടൈം ലൈൻ എന്ന് വെച്ചാൽ ഒരു 4 മാസം കൊണ്ട് നമുക്കൊരു 10-40 റൂം കൊടുക്കുക എന്നുള്ളതായിരുന്നു. കാരണം നമുക്ക് ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ തിരക്കുള്ള സമയം, പേഷ്യൻ്റെ ഒരു റഷുള്ള സമയമാണ്. അപ്പോൾ ആ സമയം റൂം കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ ഈ പ്രൊജക്റ്റ് നമുക്ക് 80 റൂമിൻ്റെ പ്രൊജക്റ്റാണ്, 80 റൂംസ് വരാനുള്ളത്. അപ്പം അങ്ങനെ ചെയ്തപ്പോഴത്തേനും ആദ്യം പ്ലാൻ ചെയ്ത് സ്റ്റീൽ ബിൽഡിംഗ്, ഓഫ് കോഴ്സ് അറിയാലോ, നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു പൈലിംഗ് സ്റ്റാർട്ട് ചെയ്ത് ആ ടൈമിംഗ് കൊണ്ട് നമുക്ക് കോളം വരുന്നു. അത് സെറ്റായി കഴിയുമ്പോൾ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ് നമുക്ക് പാർട്ടീഷൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ. കാരണം സ്റ്റീൽ ബിൽഡിംഗ് തീരുമാനമായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നപ്പോഴത്തേനും ഒത്തിരി നമ്മൾ ഹോംവർക്ക് ചെയ്തു. ഇപ്പോഴത്തെ അവൈലബിൾ ആയിട്ടുള്ള ഇപ്പോൾ കൺവെൻഷനൽ ആയിട്ടുള്ള ബ്രിക്സും വി ബോർഡുകൾ, എയർ ഓക്കോൺ പാനൽസ് ഇതെല്ലാം ആലോചിച്ചു. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം കണക്ക് കൂട്ടിയപ്പോൾ ഞങ്ങൾ പിന്നെ ഫൈനലി വന്നപ്പോഴാണ് ഈ EPS പാനൽ സംഭവം. അപ്പം അതിൻ്റെ ഒരു ഗുണങ്ങളാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഞങ്ങളെ ആകർഷിച്ചത്. അത് എനിക്ക് നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ മനസ്സിലായി സൈറ്റ് കണ്ടപ്പോൾ മനസ്സിലായി കാണുമായിരിക്കും. അതിൻ്റെ കോസ്റ്റ് ഉൾപ്പെടെ ഞങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അത് വലിയൊരു കോസ്റ്റ് ഡിഫറൻസ് ആയിട്ട് ഫീൽ ചെയ്തില്ല. എനിക്ക് നിങ്ങളുടെ പ്ലാനിങ് ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. തീർച്ചയായും ആ പ്ലാനിങ് ഞങ്ങൾ ശരിക്കും ആ ടൈം തീർക്കാനുള്ള ഒരു സമയത്തേക്ക് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് നമ്മളൊരു ചാർട്ട് ഉണ്ടാക്കി ആ രീതി തന്നെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സെറ്റപ്പിലേക്ക് തന്നെ ഞങ്ങൾ അങ്ങ് ചെയ്തു. അതിന്റെ സപ്പോർട്ട് എനിക്ക് തോന്നുന്നു ഈ ബിൽഡീസിക്കാര് ഭംഗിയായിട്ട് തന്നു എന്നുള്ളതാണ്. അവരത് ഭംഗിയായിട്ട് കൊണ്ടുപോയി. തീർച്ചയായും ഞങ്ങൾക്കിപ്പം ഈ പറഞ്ഞ ഈ സമയത്ത് കൊണ്ട് ഞങ്ങൾക്കിപ്പം ഓൾമോസ്റ്റ് ഞങ്ങൾ 45 റൂം കൊടുത്തു കഴിഞ്ഞു. പേഷ്യൻസിന് കൊടുക്കാൻ പറ്റി. അതാണ് ഞങ്ങളുടെ ഒരു ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് വരുന്നത്. അത് ഏറ്റവും ഭംഗിയായിട്ട് തന്നെ, അതൊരു സംശയമില്ല എന്നുള്ളത്. കാരണം നമുക്ക് ആ ക്വാളിറ്റിക്കകത്ത് കോംപ്രമൈസ് ഞങ്ങൾ ചെയ്തിട്ടില്ല. ഈ ഞങ്ങളുടെ AC ലോഡ് പോലും. ഞാനത് ചോദിക്കാൻ വരികയായിരുന്നു. രാജു സാറിന്റെ അടുത്ത് പറഞ്ഞ AC സാർ ഇപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന 28-29 കൊണ്ടുപോയി യൂസ് ചെയ്യുന്നത്. ട്രീറ്റ്മെന്റ് റൂമിലൊക്കെ സാറ് തണുപ്പ് കൂടുതലാകുമ്പോൾ ഞങ്ങൾ അവസാനം ടെമ്പറേച്ചർ 24 എന്നുള്ളത് ഞങ്ങൾ 26-27 സെറ്റ് ചെയ്തപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഏറ്റവും വലിയ കാര്യം ഞാൻ ആദ്യം ചോദിച്ചത്, ശ്രീധരിയം പോലുള്ള ഒരു വലിയ ഫേം ഇതിനെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. എന്തായാലും അതൊരു വലിയ മനസ്സെന്നല്ല ഞാൻ പറഞ്ഞത്, ആ ഒരു ഐഡിയോളജിയെ എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. എന്തായാലും അതിൽ വളരെ സന്തോഷം. ഇത് കാണിക്കാൻ സാധിച്ചത് വളരെയധികം വലിയ സന്തോഷം. സാറ് 2 വാക്ക് എന്നെ ഫീഡ്ബാക്ക് പറഞ്ഞത്. അപ്പോൾ എന്തായാലും സാർ, താങ്ക് യു സോ മച്ച്. സന്തോഷം.